നമുക്കിന്ന് കൊഴുവ മീൻ എങ്ങനെയാണ് പീര വയ്ക്കുന്നതെന്ന് നോക്കാം. അതെ, ഇതുപോലത്തെ മീനാണ്. ഇനി പീര വയ്ക്കാനുള്ള അരപ്പ് അവിയലിൻ്റെ ഭാഗത്തിൽ അരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കൂട്ട് എന്തൊക്കെയാണെന്ന് പറയാം. തേങ്ങയുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 ഉള്ളി കൂടെ ഇട്ട് അരച്ചതാണ്. അതായത് നമ്മൾ അവിയൽ വയ്ക്കുന്ന പാകത്തിന് അരച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം. മീനും ഇറച്ചിയൊക്കെ ഉപ്പിടുമ്പോഴേ കുറച്ചിട്ടാൽ മതി, പെട്ടെന്ന് ഉപ്പ് അധികമാവും. അതിന് നമുക്ക് പാകം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാമല്ലോ. ഞാനൊരു സ്പൂൺ ഉപ്പ് ഇടണം കേട്ടോ. ഇതിൽ പച്ചമുളക് അരച്ചിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ അത് മതിയാവും. ഇപ്പോൾ ഇത് എനിക്ക് കിട്ടിയ പച്ചമുളക് ഒട്ടും എരിവില്ല. അപ്പോൾ ഞാൻ കുറച്ചൊരു മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറിൽ കുറച്ച് മാറ്റം വരും. പിന്നെ ഉള്ളത് പുളിയാണ്, കുടപ്പുളിയാണ് ഇടുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഒരു 3 ചോളം കുടപ്പുളി ഇടുന്നുണ്ട്. പുളി അധികമാണെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാം. ഇനി പുളി കുറവാണെങ്കിൽ ഇടുകയും ചെയ്യാം ഒരെണ്ണം കൂടെ. ഇനി എന്ത് ചെയ്യണം, വെള്ളം ഒഴിക്കണം. വെള്ളം ഏതാണ്ട് മീനിൻ്റെ ഒപ്പം നിൽക്കട്ടെ. നമുക്കിത് വറ്റിയിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങുകയും വേണം. ഇത്രയും വെള്ളം മതി, ഇത്രയും വെള്ളം മതി. ഞാൻ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചത് കേട്ടോ, അരപ്പ് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടേ. ഇതിന് കുറച്ച് ഇഞ്ചി അരിഞ്ഞതുണ്ട്. പിന്നെ കുറച്ച് 2-3 അല്ലി മതിയാവും കേട്ടോ. വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ കറിവേപ്പില. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ഞാൻ ചേർക്കണുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ മൂടി വയ്ക്കാം കേട്ടോ. എന്നാൽ വേഗം തിളച്ചോളൂ. നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ പാകമാണ്. വെള്ളം വറ്റി വരുന്നുണ്ട്. അടി പിടിക്കണുണ്ടോ എന്ന് നോക്കണേ. കുറച്ച് അടി പിടിച്ച പോലെ ഒരു തോന്നൽ. ചടി പിടിച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. ചട്ടി ചെറുതാണല്ലോ, അതുകൊണ്ട് വലിയ ചട്ടി എടുക്കാറും ഓർത്തില്ല. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അങ്ങ് ഡ്രൈ ആയിട്ട് വരട്ടെ. നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ പിടിച്ചു പോകും. അപ്പോൾ കുഴപ്പമില്ല. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെള്ളമുള്ളതങ്ങ് വറ്റട്ടെ കേട്ടോ, അതാണ് നല്ലത്. 2 ദിവസം ഇരുന്നാലും കേടാകുമൊന്നുമില്ല. ഒന്ന് നോക്കിയാൽ മതി. ഉണ്ടോ, അപ്പം ചട്ടിയുടെ അടിയിൽ നോക്കിക്കേ, കുറച്ച് വെള്ളം ഊറി വരണം. ഉണ്ടോ, അതങ്ങ് വറ്റിപ്പോട്ടെ. ഇത് വെള്ളമൊക്കെ പറ്റിയിട്ട് മീൻ സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് അത് വാങ്ങി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം.
കുറച്ച് ഒഴിച്ചാൽ മതിയേ. നമുക്ക് വെളിച്ചെണ്ണയുടെ ഒരു ചുവയൊക്കെ കിട്ടും. മൂടി വെച്ചാൽ മതിയേ. ഇനി ഒരു പീസ് അച്ചാറും ഇതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറുണ്ണാം.